ഹലോ, നമ്മളിന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയ 1/2 കിലോ ബീട്രൂട്ടായത്. 1/4 കിലോ ഇതിൻ്റെ തണ്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയാട്ടെ നിങ്ങൾ, ഈ തണ്ട് പൊട്ടിക്കാതെ അവർ തൂക്കി തരിക. എന്താ അവസ്ഥ നോക്കിയ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് താരൻ്റെ ഒരു മരുന്നാണേ. അപ്പോൾ ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു മരുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ഒന്ന് ഒരു പീസ് ബീട്രൂട്ടും പിന്നെ ഉള്ളി ഞാനിപ്പോൾ ഇത്രയുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നോക്കട്ടെ. നമ്മൾ ആദ്യം ബീട്രൂട്ട് ഒന്ന് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കുക. അപ്പം നമ്മളിത് വെള്ളം കൂട്ടാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറെടുക്കുക. ഇതിലേക്ക് ഉള്ളിയും കൂടെ മുറിച്ചിട്ടിട്ട് അടിക്കുക. വലിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളി മുറിച്ചിട്ടത്. ഉള്ളി മാത്രമാകുമ്പോൾ അരഞ്ഞു കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതുകൊണ്ട് ആ ബീട്രൂട്ടിൻ്റെ പീസിൽ തന്നെ കുറച്ചുകൂടെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയൊക്കെ നല്ലോണം ഒന്ന് ചീകി വൃത്തിയാക്കുക. നമ്മൾ മുടി ചീന്തുമ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ വേദനയാവും. ഇതാകുമ്പോൾ വേഗം ചിക്കൊക്കെ മാറിക്കിട്ടും. ഇനി ഇത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക. താരനുള്ള ഭാഗമൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ചെയ്യുക. അമ്മിക്കുട്ടിയുടെ തലയിൽ നന്നായിട്ട് താരനുണ്ട്. നല്ല ഹെയർ ആയിരുന്നു. ഇപ്പോൾ കുറേ താരൻ വന്നിട്ട് കുറേ പോയി, തിക്നെസ്സൊക്കെ പോയി. അപ്പോൾ ഇത് താരൻ പോകാൻ മാത്രമല്ല മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാം ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കട്ടെ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ തലയിൽ വെച്ചിട്ട് വേണം മുടി കഴുകി കളയാൻ. അപ്പോൾ അത് തലയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് തേക്കട്ടെ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലവണ്ണം തല തണുത്ത വെള്ളത്തിൽ കഴുകി തോർത്തി മാറ്റുക. അപ്പോൾ താരന് നല്ല വ്യത്യാസം കാണുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം ഞാൻ ഒരാഴ്ച അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഉപയോഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് വളരെ യൂസ്ഫുള്ളാണ്, നന്നായിട്ട് മുടി വളരും, പിന്നെ താരൻ പോകുന്നതാണ്. ഓക്കെ.